ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്കൊരു ചെറിയ കുക്കിംഗ് വ്ലോഗ് ആയാലോ. അപ്പൊ ഇന്ന് സൺഡേ ആണ്. അപ്പൊ സൺഡേയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് വെക്കാറുണ്ട്, ചോറും കറികളും അല്ലാതെ. അപ്പൊ ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് ഒരു പനീർ ബിരിയാണിയാണ്. എന്റേതായിട്ടുള്ള ഒരു സ്റ്റൈലിൽ ഞാൻ വെക്കാൻ പോവാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ കുക്കിംഗ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം സൺഡേ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ കുറച്ച് കപ്പലണ്ടിയും കുറച്ച് പംകിൻ സീഡും ഒക്കെ എടുത്തിട്ട് കഴിച്ച് ഒന്ന് ഉഷാറായി. ഇനി നേരെ കുക്കിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ബിരിയാണിക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് സവാള, അതുപോലെ തക്കാളി, ക്യാരറ്റ്, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആദ്യം റെഡിയാക്കി നന്നായിട്ട് വാഷ് ചെയ്ത് വെക്കുകയാണ്. സവാള നീളത്തിലിങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ്. പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങളിൽ ആരൊക്കെ എൻജോയ് ചെയ്തിട്ട് കുക്ക് ചെയ്യാറുണ്ട് താഴെ കമന്റ് സെക്ഷനിൽ പറയൂ കേട്ടോ. അപ്പം ഞാൻ ടൊമാറ്റോ എടുത്തിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുകയാണ്. ഒരു 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ആ ഒരു ഗ്രേവിക്ക് കുറച്ചുകൂടെ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ക്യാരറ്റ്സ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ഇതൊക്കെ അരിഞ്ഞ് നീളത്തിലെടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് പനീർ. അപ്പം അതൊന്നിങ്ങനെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം പനീർ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ്. ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം കാണുന്ന ഒരു സാധനമാണ് പനീർ. പിന്നെ എൻ്റെ മോൻ്റെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ പനീർ എന്ന് പറയുന്നത്. ഇനി കട്ട് ചെയ്ത് വെച്ച പനീറിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല. ജസ്റ്റ് 2 സൈഡും ഒന്ന് മുരിച്ചെടുത്താൽ മാത്രം മതി. ഒരു സൈഡ് മൊരിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. പനീർ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് ഉരുകുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. അത് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നീട് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ബിരിയാണിയുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമുക്ക് കടിക്കാൻ കിട്ടുന്നത് ഭയങ്കര ടേസ്റ്റിയാണ്. ഇനി ഈ സെയിം നെയ്യിൽ തന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പൊടിവർഗ്ഗങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം ഇതിൻ്റെ അളവൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല കേട്ടോ. കാരണം ഈ വീഡിയോ കാണുന്ന എല്ലാവരും അത്യാവശ്യം കുക്കിംഗ് അറിയാവുന്നവർ തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെ അളവ് എടുത്ത് പറഞ്ഞ് പഠിപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് ഓരോ അളവും ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ക്യാരറ്റ് അരിഞ്ഞു വെച്ചതും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ നേരത്തെ ടൊമാറ്റോ അരച്ചു വെച്ചായിരുന്നല്ലോ, അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് ബിരിയാണിയുടെ മസാല എന്ന് പറയുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ ദേ മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാം വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കൈമ റൈസ് ആണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. അപ്പോൾ ഇത് ഒരുപാട് വേകാൻ പാടില്ല.
അരി ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കുന്ന ഒരു രീതിയിൽ ആയിരിക്കണം നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും. അപ്പോൾ ഒരു ഏകദേശം ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി ഈ അരി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ മേലെ ആയിട്ട് കാഷ്നട്ടും അതുപോലെ തന്നെ ഉണക്കമുന്തിരി, അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് പനീർ, പിന്നെ കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടെ വിതറി കൊടുക്കുക. വേണമെങ്കിൽ അതിൻ്റെ മേലെ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ആവിയേറ്റി എടുക്കുക. അപ്പോൾ ദേ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇങ്ങനെ തവിയിൽ ഇങ്ങനെ അടിക്ക് പിടിച്ച് ഇങ്ങനെ കോരി ഇങ്ങനെ എടുത്ത് കൊടുക്കുക. കണ്ടോ, നല്ല എമ്മിയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ ബിരിയാണിയുടെ കൂടെ കുറച്ച് തൈര് സാലഡും അതുപോലെ കുറച്ച് അച്ചാറും ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ നമുക്ക് ഗ്രാൻഡ് ആക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിവിടെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് സവോളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പം അതും കൂടെ ചേർത്തിട്ടാണ് ഞാനിന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പം നമ്മളിങ്ങനെ സ്വന്തമായിട്ട് കുക്ക് ചെയ്തിട്ട് അതിങ്ങനെ ആസ്വദിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. അപ്പം ഞാനങ്ങനെ ഇടയ്ക്ക് എപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യമാണ് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് പരീക്ഷണം. ഇത് പുതിയ പരീക്ഷണമൊന്നുമല്ല, ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ള സക്സസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക, അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് സന്തോഷിക്കുക, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെങ്കിൽ വരുത്തുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.